വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ CRT ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിലെ ബയോളജി രണ്ടാമത്തെ ചാപ്റ്ററായ പരിണാമത്തിൻ്റെ വഴികളാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്ന എക്സാമുകൾ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലെയുള്ള എക്സാമുകളിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കുറേ ചോദ്യങ്ങൾ വന്നത് കണ്ടു അല്ലേ? അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ CRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 മുതലുള്ള എല്ലാ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം പ്ലേലിസ്റ്റിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും PSC റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ജീവൻ്റെ ജനിതകം എന്നായിരുന്നു. ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് പരിണാമത്തിൻ്റെ വഴികൾ. ഒരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. കടുത്ത ചുമയും കഫക്കെട്ടുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു യുവാവിൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേയും ശ്വാസകോശ ദ്രവവും പരിശോധിച്ച് ഡോക്ടർ ക്ഷയരോഗബാധ സ്ഥിരീകരിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് ന്യൂറോൺസ്, സെറിബ്രം, അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ അവസാനത്തിൽ. ഓക്കെ, അപ്പം ആറാഴ്ചത്തേക്ക് നിരവധി ആൻറ്റിബയോട്ടിക്കുകളും തുടർന്ന് 33 ആഴ്ചത്തേക്ക് പ്രത്യേക ആൻറ്റിബയോട്ടിക്കും നൽകി. ചികിത്സ ആരംഭിച്ച് 10 മാസത്തിന് ശേഷം ശ്വാസകോശ ദ്രവത്തിൻ്റെ കൾച്ചറും നെഞ്ചിൻ്റെ എക്സ്റേയും പരിശോധിച്ച് ക്ഷയരോഗം ഭേദമായി എന്നുറപ്പാക്കി ചികിത്സ പൂർത്തിയാക്കി. 2 മാസത്തിന് ശേഷം വീണ്ടും ഇതേ രോഗലക്ഷണങ്ങളുമായി യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുമ്പ് ചെയ്തതുപോലെ വിവിധ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചിട്ടും 10 ദിവസത്തിന് ശേഷം ശ്വാസതടസ്സം മൂലം അദ്ദേഹം മരണപ്പെട്ടു. തുടർ പരിശോധനയിൽ ക്ഷയരോഗാണുക്കൾ വീണ്ടും സജീവമായതാണ് രോഗകാരണമെന്ന് മനസ്സിലാക്കാനായി ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന ഈ രോഗാണുക്കൾ രോഗിയിലെത്തിയത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ ഈ ബാക്ടീരിയകളിലെ DNA മുമ്പ് അതേ രോഗിയിൽ നിന്നും വേർതിരിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന ക്ഷയരോഗാണുക്കളുടെ DNA-യുമായി താരതമ്യം ചെയ്തു. ഒരു പ്രത്യേക ജീനിന് സംഭവിച്ച മ്യൂട്ടേഷനാണ് ബാക്ടീരിയകളിൽ ആൻറ്റിബയോട്ടിക്കിനോട് പ്രതിരോധശേഷി ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തി. മ്യൂട്ടേഷൻ സംഭവിച്ച ബാക്ടീരിയകളാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യത്തിലും പെരുകി രോഗമുണ്ടായത്. അപ്പോൾ മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടില്ലേ ഓരോ ബാക്ടീരിയാസിന് എന്ത് സംഭവിക്കും? ഒരു പ്രത്യേക ജീന് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. അതിനുശേഷമാണ് എന്ത് സംഭവിച്ചത്? ആൻറ്റിബയോട്ടിക്കിനോടൊന്നും ഇത് പ്രതികരിക്കാണ്ടിരുന്നത് അല്ലേ? ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിച്ചു വരുന്ന ആഗോള ആരോഗ്യ പ്രശ്നം. നിലവിൽ ഏറ്റവും വിശ്വസനീയമായ ചില ആൻറ്റിബയോട്ടിക്കുകൾ സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമല്ലെന്നും ഡോക്ടർമാരും പൊതുജനാരോഗ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് സൂപ്പർ ബഗുകൾ എന്ന് പറയുന്നത്? ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ പെരുകുകയും രോഗങ്ങൾക്കിടയാക്കുകയും ചെയ്യുന്നു. മ്യൂട്ടേഷനിലൂടെ രൂപപ്പെട്ട ഈ പ്രതിരോധശേഷി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം. കാലക്രമേണ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ അനുപാതം വർദ്ധിക്കുകയും മറ്റനവധി മ്യൂട്ടേഷനുകളിലൂടെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു. ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നു. നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഇവയ്ക്കെതിരെ പ്രയോജനപ്പെടുത്താത്തതിനാൽ ഇത്തരം ബാക്ടീരിയകളുടെ രൂപപ്പെടൽ ആരോഗ്യ സംരക്ഷണത്തിൽ മുഖ്യ ആശങ്കമായിട്ട് മാറുന്നുണ്ട്. അപ്പം എന്നാ പറയുന്നത്? സൂപ്പർ ബഗുകൾ എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റിബയോട്ടിക്കിനെ അതിജീവിക്കുവാനുള്ള ബാക്ടീരിയാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ചില ബാക്ടീരിയാസിനൊക്കെ എന്താണ് മ്യൂട്ടേഷൻ സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രതിഭാസം കണ്ടുവരുന്നത്. ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി ഇങ്ങനെ മ്യൂട്ടേഷനിലൂടെ കൈവരിക്കുകയാണ്. ഇത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നത്. എന്തിനാണ് നയിക്കുന്നത്? അതായത് സൂപ്പർ ബഗുകളുടെ എന്നാണ് പറയുന്നത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുന്നുണ്ട്. ജീവികൾ അവയുടെ പരിസ്ഥിതിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയോ അതിജീവിക്കുകയോ ചെയ്യുന്നു. ആദിമ കോശത്തിൽ നിന്നും ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം രൂപപ്പെട്ടതിന് പിന്നിൽ ഇത്തരം നിരവധി പ്രക്രിയകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമല്ലോ.
ഇത്തരം പ്രക്രിയകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് പരിണാമശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. അവയെ സിദ്ധാന്ത രൂപത്തിൽ വിശദീകരിക്കാൻ പല ശാസ്ത്രജ്ഞർക്കും സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ലാമാർക്കിസം എന്ന് വെച്ചാൽ എന്താണ്? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്ന് പറയുന്നതാണ് ലാമാർക്കിസം എന്ന് പറയുന്നത്. നോക്കാം, ജീവപരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ജീവശാസ്ത്രക്കാരനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലാമാർക്കിസം എന്നറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ലാമാർക്കിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്, ഫോട്ടോ നൽകിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. എന്താണ് ലാമാർക്കിസം എന്ന് വെച്ചാൽ, നിലത്തു നിന്നുള്ള ആഹാരം സ്വീകരിക്കുന്ന നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഭക്ഷണ ദൗർലഭ്യം കാരണം ഉയരം കൂടിയ ചില്ലകളിൽ നിന്നുള്ള ഇലകൾക്കായി കഴുത്തു നീട്ടിയതിൻ്റെ ഫലമായി ജിറാഫിൻ്റെ കഴുത്തിൻ്റെ നീളം കൂടുന്നു. ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകളുടെ ആവിർഭാവം ഉണ്ടായി. അപ്പം ആദ്യം തന്നെ ജിറാഫിന് ഇത്രയും നീളമുള്ള കഴുത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആദ്യം നിലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലേ, നിലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ജിറാഫുകൾ ഹൈറ്റിലുള്ള ചില്ലയിൽ നിന്നും ഭക്ഷണം ഇങ്ങനെ ഏന്തി കഴിഞ്ഞത്, അതായത് കഴുത്ത് നീട്ടിയിട്ട് ആണ് ഈ കഴുത്തിന് നീളം കൂടിയതെന്നാണ് പറയുന്നത്. പക്ഷേ ബാക്കി തലമുറകളിൽ എന്ത് സംഭവിച്ചു? മ്യൂട്ടേഷൻ്റെ ഫലമായി അല്ലെങ്കിൽ ആർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു? നീളം കൂടിയ കഴുത്തുകളുള്ള ജിറാഫുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിയിലെ മാറ്റം മനസ്സിലായല്ലോ. സ്വയാർജിത സ്വഭാവത്തിന് രൂപപ്പെടലും സ്വയാർജിത സ്വഭാവത്തിൻ്റെ പാരമ്പര്യ പ്രേഷണവും നമ്മൾ കണ്ടോ. മാറിയ പരിസ്ഥിതിയിൽ നീളം കൂടിയതും നീളം കുറഞ്ഞതുമായ കഴുത്തുള്ള ജിറാഫുകളുടെ നിലനിൽപ്പും കണ്ടു അല്ലേ. സ്വയാർജിത വ്യതിയാനങ്ങൾ ജീവികളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തില്ല എന്നതിനാൽ അവ പാരമ്പര്യമായി കൈമാറുന്നില്ല എന്ന് പിൽക്കാല ശാസ്ത്രജ്ഞർ തെളിയിക്കുകയും ചെയ്തു. അപ്പം ലാമാർക്കിസം എന്നാണ് മനസ്സിലായല്ലോ. ലാമാർക്കിസത്തിൽ എന്താണ് പറഞ്ഞത്? എക്സാമ്പിൾ പറഞ്ഞത് ജിറാഫിൻ്റെ കഴുത്താണ്. ആദ്യം ചെറിയ നീളം കുറഞ്ഞ കഴുത്തായിരുന്നു, അവർ ഏന്തി വലിഞ്ഞിട്ടാണ് അല്ലേ നീളം കൂടിയ കഴുത്തായത്. പിന്നീട് അത് ഇങ്ങനെ പല തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നീളമുള്ള കഴുത്തുള്ള ജിറാഫുകളായിട്ട് മാറിയെന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഡാർവിനിസം എന്ന് പറയുന്നത്? പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? ഡാർവിനിസമാണ്. ആധുനിക പരിണാമ ശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ടത് ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസം ആണ്. HMS ബീഗിൾ നോക്കിയേ, കണ്ടില്ലേ HMS ബീഗിൾ എന്നാ നമുക്ക് നോക്കാം. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറിയിൽ നല്ല വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ശരാശരി വിദ്യാർത്ഥിയായാണ് ഡാർവിൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എന്നാൽ പ്രകൃതി പഠനത്തിൽ അതീവ താൽപ്പര്യം അദ്ദേഹം കാണിച്ചു. 1831 തൻ്റെ 22-ാം വയസ്സിൽ HMS ബീഗിൾ എന്ന കപ്പലിൽ ഭൂപട നിർമ്മാണത്തിനായി 5 വർഷത്തെ യാത്ര അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ ചോദിക്കുക, ഡാർവിൻ യാത്ര ചെയ്ത കപ്പലിൻ്റെ പേര് ചോദിക്കാം. എന്നാണ്? HMS ബീഗിൾ. ഈ യാത്രയിൽ ഡാർവിൻ തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ് ദ്വീപുകൾ തുടങ്ങിയ പ്രദേശങ്ങൾ പര്യവേഷണം ചെയ്തു. അവിടങ്ങളിലെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വൈവിധ്യം അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. 1836 ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയ ഡാർവിൻ അദ്ദേഹം ശേഖരിച്ച വസ്തുക്കളും നിരീക്ഷണ കുറിപ്പുകളും വിശകലനം ചെയ്യുകയും മറ്റ് ശാസ്ത്രജ്ഞരുമായി കത്തിടപാടുകൾ നടത്തി ആഴത്തിൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെ കപ്പലിലൂടെ അദ്ദേഹം യാത്ര ചെയ്യാണ്, പല സ്ഥലങ്ങളിലും എത്തി അവിടുത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണല്ലേ, സസ്യങ്ങളും ജന്തുക്കളാണെന്നുണ്ടെങ്കിലും അങ്ങനെ അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ച് രേഖപ്പെടുത്താണ്. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ജനസംഖ്യാ ശാസ്ത്രജ്ഞനുമായിരുന്ന തോമസ് മാൽത്തൂസ് മനുഷ്യജനസംഖ്യ അതിവേഗത്തിൽ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യ ഉൽപാദനം അതിനനുസരിച്ച് വർദ്ധിക്കില്ലെന്നും ഇത് ദാരിദ്ര്യം, രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വാദിച്ചു. മാൽത്തൂസിൻ്റെ ഈ ചിന്ത ഡാർവിനെയും ഏറെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് തോമസ് മാൽത്തൂസ്. അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? മനുഷ്യജനസംഖ്യ കൂടുന്നുണ്ടെങ്കിലും അത് ദാരിദ്ര്യം, രോഗം, യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതേ ഒരു ചിന്ത തന്നെയായിരുന്നു ഡാർവിനും ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
ഡാർവിൻ തൻ്റെ പഠനങ്ങൾ തുടരവേ 1858 ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസ്സൽ വാലസിൻ്റെ പരിണാമ പഠനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. ഡാർവിൻ്റെയും വാലസിൻ്റെയും പ്രബന്ധങ്ങൾ ശാസ്ത്ര സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. 1889 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ ഡാർവിൻ തൻ്റെ ആശയങ്ങൾ വിപുലീകരിച്ച് അവതരിപ്പിച്ചു. അപ്പോൾ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആരുടേതാണ്? ഡാർവിൻ്റേതാണ്. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിച്ചത്. തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ അന്നത്തെ സമൂഹം എതിർത്തുവെങ്കിലും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിച്ചു. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൻ്റെ പിതാവ് ആരാണ്? ഡാർവിനാണ്. അതുപോലെ തന്നെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആരുടെ പുസ്തകമാണ്? ഡാർവിൻ്റെ പുസ്തകമാണ്. പരിണാമാശയം ആവിഷ്കരിക്കുന്നതിന് ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചത് ഗാലപ്പാഗോസ് ദ്വീപുകളിലെ കുരുവികളുടെ കൊക്കിൻ്റെ വൈവിധ്യമായിരുന്നു. വിത്തുതിനി കുരുവിയുടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ പൂർവിക കുരുവിയുടെ കൊക്കൊക്കെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. കള്ളിമുൾച്ചെടി ഭക്ഷണമാക്കുന്നവയുടെ പ്രാണികളെ ഭക്ഷണമാക്കുന്നവ. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഗാലപ്പഗോസ് ദ്വീപ സമൂഹത്തിൽ 14ഓളം വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട കുരുവികളുണ്ട്. നിലത്ത് വസിച്ച് വിത്ത് കഴിക്കുന്നവ, കള്ളിമുൾ ചെടിയിൽ വസിച്ച് വിത്ത് ഭക്ഷിക്കുന്നവ, മരത്തിൽ വസിച്ച് പ്രാണികളെ ഭക്ഷിക്കുന്നവ തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഈ സ്പീഷീസുകൾ പൊതുവായി കാണിക്കുന്ന മുഖ്യ വ്യത്യാസം അവിടെ കൊക്കിൻ്റെ ആകൃതിയും വലിപ്പവുമായിരുന്നു. ഗാലപ്പഗോസ് ദ്വീപിലെ പക്ഷികളെ നിരീക്ഷിക്കുകയാണല്ലേ അദ്ദേഹം. അപ്പോൾ അവിടെ അദ്ദേഹം ശ്രദ്ധിച്ചതെന്താണ്? അവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കൊക്കിൻ്റെ ആകൃതി വലിപ്പാണ്. ഇടത്തരം വലിപ്പമുള്ള വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളിൽ നിന്നും പ്രാണികളെ തിന്നുന്ന കുരുവികളിൽ നിന്നും വ്യത്യസ്തമാണ്. കൊക്കുകൾ അവയുടെ ഭക്ഷണ സമ്പാദനത്തിനുള്ള പ്രധാന ഉപാധിയാണ്. പരിസ്ഥിതിയിലെ ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായ ആകൃതിയോ വലിപ്പമോ ഉള്ള കൊക്കുള്ള കുരുവികൾ അതിജീവിക്കുകയും കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പരിസ്ഥിതിയിലെ ഭക്ഷ്യസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായ ആകൃതിയോ വലിപ്പമുള്ള കൊക്കുള്ള കുരുവികൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. പരിസ്ഥിതിക്ക് അനുഗുണമായ ചില സവിശേഷതകളുള്ള ജീവികൾ അതിജീവിക്കുകയും പ്രത്യുൽപാദനം നടത്തുകയും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നെന്ന് മനസ്സിലാക്കിയല്ലേ. അതായത് എന്താ പറയുന്നത്? പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടാണ് ഉള്ള സവിശേഷതയുള്ള ജീവികളാണെന്നുണ്ടെങ്കിൽ അവർ അതിജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യുൽപാദനം നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് അമിത ഉൽപാദനം എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങളെ ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി എന്താണ് വ്യതിയാനങ്ങൾ? വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം പോലുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കും. ഈ വ്യത്യാസങ്ങൾ ജീവികൾക്ക് ഗുണകരമോ ദോഷകരമോ ആകാം. അതാണ് വ്യതിയാനങ്ങളിൽ പറയുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. അപ്പോൾ ഇത് എന്താ പറയുന്നത് വെച്ചാൽ പിൽക്കാലത്ത് പുതിയ ജീവിവർഗങ്ങളായിട്ട് മാറുന്നത് എങ്ങനെയെന്ന് ഡാർവിൻ വിശദീകരിച്ചത് ഇങ്ങനെ പല നിഗമനങ്ങളിൽ എത്തിയിട്ടാണ്. അമിത ഉൽപാദനമാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ വ്യതിയാനങ്ങളാണ്. അമിത ഉൽപാദനം എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വ്യതിയാനങ്ങൾ എന്ന് വെച്ചാൽ വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം പോലുള്ള മിക്ക സവിശേഷതകളിലും ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം, ഭക്ഷണം, സ്ഥലം, ഇണകൾ തുടങ്ങിയ പരിമിതമായ വിഭവങ്ങൾ ജീവികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക് നയിക്കുന്നു. അർഹതയുള്ളവരുടെ അതിജീവിക്കൽ. അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ നിലനിൽപ്പിനായുള്ള മത്സരത്തെ അതിജീവിക്കുന്നു. അവ കൂടുതൽ ഫലപ്രദമായ പ്രത്യുൽപാദനം നടത്തുകയും പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി പ്രകൃതി നിർദ്ധാരണം. അനുകൂല വ്യതിയാനങ്ങൾ വരും തലമുറകളിലേക്ക് കൈമാറുന്നു. കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികൾ ഉണ്ടാകുന്നു. ഇവ പുതിയ ജീവിവർഗമായിട്ട് മാറുന്നു. ഒരു സസ്യം 100 കണക്കിന് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും ചിലത് മാത്രമേ പൂർണ്ണ വളർച്ച എത്തുകയുള്ളൂ.
ഈ സസ്യത്തിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു സസ്യ സ്പീഷീസ് ഇടയായ സാഹചര്യം എന്തായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം നോക്കാം. 1973 മുതൽ 2012 വരെ റോസ്മേരി, പീറ്റർ ഗ്രാൻഡ് എന്നീ ശാസ്ത്രജ്ഞർ ഗാലപ്പഗോസ് ദ്വീപുകളിൽ ഡാർവിൻ്റെ കുരുവികളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി. വരൾച്ച, ഭക്ഷ്യലഭ്യതയിലെ വ്യത്യാസങ്ങൾ എന്നിവ പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളാൽ കുരുവികളുടെ കൊക്കിൻ്റെ വലുപ്പം, ആഴം, ആകൃതി എന്നിവയിലുണ്ടായ ഘടനാപരമായ മാറ്റങ്ങൾ അവർ നിരീക്ഷിച്ചു. DNA സീക്വൻസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൊക്കിൻ്റെ ആഴത്തെയും ബലത്തെയും സ്വാധീനിക്കുന്ന BMP4 ജീനിനെയും കൊക്കിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന ALX1 ജീനിനെയും അവർ തിരിച്ചറിഞ്ഞു. കാലക്രമേണ ഈ ജനിതക വ്യതിയാനങ്ങൾ വ്യതിരിക്തമായ കൊക്കുകളുള്ള കുരുവികളെ ഗാലപ്പഗോസിലെ വ്യത്യസ്ത പാരിസ്ഥിതിക സ്വഭാവമുള്ള ദ്വീപുകളിൽ രൂപപ്പെടുത്തി എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. ഈ ഗവേഷണം ജനിതകശാസ്ത്രം, ശരീരഘടനാശാസ്ത്രം, തന്മാത്രാ ജീവശാസ്ത്രം എന്നീ പഠനങ്ങളിലൂടെ പരിണാമത്തിന് നേരിട്ടുള്ള തെളിവുകൾ നൽകി. അതായത് നമ്മൾ പറഞ്ഞു ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികളെ ഡാർവിൻ നന്നായി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനായിട്ട് ആര് വരാണ്? റോസ്മേരിയും പീറ്റർ ഗ്രാൻഡും വരാണ് അല്ലേ. അപ്പോൾ അവർ കൂടുതലായിട്ട് നിരീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി DNA സീക്വൻസിങ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊക്കിൻ്റെ ആഴത്തിനെയും ബലത്തെയും സ്വാധീനിക്കുന്ന BMP4 ജീന് കണ്ടെത്തി. അതുപോലെ തന്നെ കൊക്കിൻ്റെ ആകൃതി നിർണ്ണയിക്കുന്ന ALX1 ജീനെയും അവർ തിരിച്ചറിയണം. അങ്ങനെയാണ് ഈ ജനിതക വ്യതിയാനങ്ങൾ ഉള്ള കാരണമാണ് ഈ കൊക്കുകളുള്ള കുരുവികളെ ഗാലപ്പഗോസിലെ വ്യത്യസ്ത പാരിസ്ഥിതിക സ്വഭാവമുള്ള ദ്വീപുകൾ രൂപപ്പെടുത്തി എന്നവർ നിഗമനത്തിൽ എത്തിച്ചേരാണ്. ഈ ഗവേഷണമാണ് ജനിതകശാസ്ത്രം, ശരീരഘടനാശാസ്ത്രം, തന്മാത്രാ ജീവശാസ്ത്രം എന്നീ പഠനങ്ങളുടെ പരിണാമത്തിന് വഴിയൊരുക്കുന്നത്. പരിണാമത്തെ ഭൂമിയിലെ മഹത്തായ ദൃശ്യവിസ്മയം എന്ന് വിളിക്കാറുണ്ട്. നോക്കിയോക്കിയേ, ഇവിടെ നമുക്ക് ലാമാർക്കിസവും ഡാർവിനിസവും തമ്മിലുള്ള താരതമ്യം തന്നിട്ടുണ്ട്, ഡിഫറൻസിയേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലാമാർക്കിസത്തിൽ എന്താ പറയുന്നത്? ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണ് ഉണ്ടായിരുന്നത്. ഡാർവിനിസത്തിലോ വ്യത്യസ്ത നീളത്തോടു കൂടിയ കഴുത്തുള്ള ജിറാഫുകളും ഉണ്ടായിരുന്നു എന്ന് ഡാർവിനിസത്തിൽ പറയുന്നു. ലാമാർക്കിസത്തിൽ പറഞ്ഞ എന്താണ്? നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഡാർവിനിസത്തിൽ പറയുന്നു പലതരത്തിലുള്ള കഴുത്ത് നീളം കുറഞ്ഞതും കൂടുതലും ഉണ്ടെന്ന് പറയുന്നു. ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവയുടെ കഴുത്ത് നീട്ടാൻ തുടങ്ങിയെന്ന് ആര് പറഞ്ഞു? ലാമാർക്കിസത്തിൽ പറയുന്നു. ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രമാണ് അതിജീവിച്ചതെന്ന് ഡാർവിനിസത്തിൽ പറയുന്നു. മറ്റേതിൽ നമ്മൾ പറഞ്ഞത് ലാമാർക്കിസത്തിൽ പറഞ്ഞത് എന്താണ്? കഴുത്തുകൾ അവർ നീട്ടാൻ തുടങ്ങി നല്ല ഉയരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഡാർവിനിസത്തിൽ പറഞ്ഞ എന്താണ്? ആഹാരത്തിനായുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രമാണ് അങ്ങനെ അതിജീവിച്ചതെന്ന് പറയുന്നു. നിരന്തരമായ ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെട്ടു എന്ന് ലാമാർക്കിസത്തിൽ നമ്മൾ പറഞ്ഞു. ഡാർവിനിസത്തിൽ എന്താ പറഞ്ഞത്? കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിൽക്കുകയും പുതിയ ജീവിവർഗമായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു. കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ മാത്രം നിലനിന്നു, അങ്ങനെ പുതിയ ജീവിവർഗമായി മാറിയെന്ന് പറയുന്നു. അപ്പോൾ ലാമാർക്കിസത്തിൽ പറഞ്ഞെന്താണ്? പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുവെന്നും. ഡാർവിനിസത്തിൽ പറഞ്ഞതോ ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ലാമാർക്കിസത്തിൽ പറഞ്ഞത് നീളം കുറഞ്ഞതും നീളം കുറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കഴുത്ത് നീട്ടി നീളം കൂടിയത് ആയി മാറി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഡാർവിനിസത്തിൽ പറഞ്ഞതാണ് അനുകൂലമായ സാഹചര്യങ്ങളിൽ മത്സരങ്ങളിലൂടെയൊക്കെ ഈ നീളമുള്ള കഴുത്തുള്ള ജിറാഫ് മാത്രമാണ് അതിജീവിച്ചത് എന്നാണ് പറഞ്ഞത് അല്ലേ. അവിടെ അനുകൂല സാഹചര്യം അഡാപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഡാർവിനിസത്തിൽ. ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഡാർവിൻ്റെ സിദ്ധാന്തത്തിൽ പരിമിതികളുണ്ടായിരുന്നു. എന്താണ് നിയോ ഡാർവിനിസം എന്ന് വെച്ചാൽ? വ്യതിയാനത്തിൻ്റെയും പാരമ്പര്യ പ്രശ്നത്തിൻ്റെയും ജനിതക അടിത്തറയെക്കുറിച്ച് ചാൾസ് ഡാർവിന് ധാരണയില്ലായിരുന്നതിനാൽ ഡാർവിൻ്റെ പരിണാമാശയവും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഗ്രിഗർ മെൻഡലിൻ്റെ കണ്ടെത്തലുകളും ക്രോമസോമുകളെയും ജീനുകളെയും കുറിച്ചുള്ള ധാരണകളും വന്നതോടെ പരിണാമത്തിനിടയാക്കുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം ജനിതക മാറ്റങ്ങൾ, ലൈംഗിക പ്രത്യുൽപാദന സമയത്തെ ജനിതക പുനഃസംയോജനം,
ജീൻ പ്രവാഹം എന്നിവയാണെന്ന് തിരിച്ചറിഞ്ഞു. പോപ്പുലേഷൻ ജനറ്റിക്സ്, പാലിയന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തെളിവുകളും തുടർ പഠനങ്ങളും ഡാർവിനിസത്തോട് കൂട്ടിച്ചേർത്ത നിയോ ഡാർവിനിസം രൂപപ്പെടുത്തിയതോടെ വിമർശനങ്ങൾക്കിടയില്ലാത്ത വിധം ഡാർവിനിസം യുക്തിഭദ്രമായി. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? പോപ്പുലേഷൻ ജനറ്റിക്സ്, പാലിയന്റോളജി, പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്ന് തെളിവുകൾ അതുപോലെ തന്നെ തുടർ പഠനങ്ങളൊക്കെ ഈ ഡാർവിനിസത്തോട് കൂട്ടിച്ചേർക്കാണ്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിന് കൂടുതലായിട്ട് വ്യക്തത കൈവരുന്നത് അല്ലേ? ജീവപരിണാമവുമായി ബന്ധപ്പെട്ട് നിരവധി ആധുനിക ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിനിൽ ആരോഗ്യ സംരക്ഷണത്തിന് പരിണാമ ആശയങ്ങൾ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ബാക്ടീരിയകളോ വൈറസുകളോ കാലക്രമേണ മരുന്നുകളെ പ്രതിരോധിക്കുന്ന തരത്തിൽ പരിണമിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു. ഇതിലൂടെ പുതിയ ചികിത്സാ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനോ നിലവിലുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോ കഴിയുന്നു. ഒരു വ്യക്തിയുടെ ജീനുകളും കുടുംബത്തിൻ്റെ ജനിതക ചരിത്രവും പരിശോധിച്ച് പേഴ്സണലൈസ്ഡ് മെഡിസിൻ രൂപകൽപ്പന ചെയ്യുന്നു. DNA പഠനങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും രോഗങ്ങളെ മനസ്സിലാക്കാനും അവയെ ചെറുക്കാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്താനും ഡോക്ടർമാരെ സഹായിക്കുന്നു. അപ്പം എന്താ പറഞ്ഞത്? പരിണാമമോ ഈ പരിണാമത്തിലെ തിയറീസൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നാണല്ലേ പറയുന്നത്. ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ചികിത്സാ മാർഗങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്? ഈ പരിണാമത്തിലെ തിയറീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പരിണാമ വൃക്ഷം എന്ന ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഓരോ ജീവി വിഭാഗവും എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമുക്ക് ചിത്രത്തിൽ നോക്കാം. ഇവിടെ നമുക്ക് പിക്ചർ നോക്കിയാൽ കാണാം ബാക്ടീരിയ, ആർക്കിയ അല്ലേ? ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടീസ്റ്റ, പ്ലാന്റ്, ഫഞ്ചി, ആനിമലിയ തുടങ്ങിയ വിവിധ കിങ്ഡംസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9ാം ക്ലാസ്സിൽ SCERT നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ് ഓരോ ക്ലാസിഫിക്കേഷൻ, എത്ര ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയാൽ ഇതെന്ന് പറയുന്നത് വിവിധ ജീവി വിഭാഗങ്ങളുടെ പരിണാമമാണ് തന്നിരിക്കുന്നത്. ആർക്കിയയും യൂക്കാരിയയും ബാക്ടീരിയകൾ പങ്കിടാത്ത ഒരു പൊതു പൂർവികനെ പങ്കിടുന്നു. ആർക്കിയും അതുപോലെ തന്നെ എന്താണ്? ആർക്കിയും പിന്നെ ആരാണ് പറയുന്നത്? യൂക്കാരിയ അല്ലേ? ആർക്കിയും യൂക്കാരിയും എന്ത് ചെയ്യാണ്? ബാക്ടീരിയകൾ പങ്കിടാത്ത ഒരു പൊതു പൂർവികനെ പങ്കിടുന്നു. പ്രോട്ടീസ്റ്റ, സസ്യങ്ങൾ, ഫംഗസ്, ജന്തുക്കൾ എന്നിവ ഒരു പൊതു പൂർവികനിൽ നിന്നാണ് രൂപപ്പെടുന്നത്. പ്രോട്ടീസ്റ്റ, സസ്യങ്ങൾ, ഫംഗസ്, ജന്തുക്കൾ എന്നിവയെല്ലാം എന്താണ്? ഒരു പൊതു പൂർവികനിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഒരു പൊതു പൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്ന സ്പീസിയേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത്. അപ്പോൾ ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടത് എങ്ങനെയാണ്? സ്പീസിയേഷൻ എന്ന് പറയുന്ന പ്രക്രിയയാണ് അല്ലേ? എങ്ങനെയാണ്? ഒരു പൊതു പൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഒരു പൊതു പൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതായും വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികർ ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്താ പറഞ്ഞത്? സ്പീഷീസുകളെല്ലാം അവസാനത്തെ സാർവത്രിക പൊതുപൂർവികരിൽ നിന്ന് രൂപപ്പെട്ടതായും വ്യത്യസ്ത സ്പീഷീസുകൾക്ക് ഏറ്റവും അടുത്ത പൊതുപൂർവികർ ഉണ്ടാകാമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം സ്പീസിയേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാമെങ്കിലും അവ ഒറ്റ സ്പീഷീസായി തന്നെ തുടരും. ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ, അതായത് മ്യൂട്ടേഷൻ, പ്രകൃതി നിർധാരണം, ജനിതക പുനഃസംയോജനം മുതലായവ പരസ്പരം വേർപ്പെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് പരിണമിക്കുന്നു. അപ്പം എന്താ പറഞ്ഞത്? ഒരു ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പ്രത്യുൽപാദനത്തിലൂടെ വ്യതിയാനങ്ങളുള്ള സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അവ എന്താണ്? ഒറ്റ ഒരു സ്പീഷീസായിട്ട് തന്നെയാണ് തുടരാം. ജീവിഗണത്തിലെ അംഗങ്ങളെ പാരിസ്ഥിതിക ഘടകങ്ങളോ മറ്റോ പരസ്പരം ഏർപ്പെടുത്തിയാൽ കാലക്രമേണ നിരവധി വ്യതിയാനങ്ങൾ കുമിഞ്ഞുകൂടിയേക്കാം. അവ എന്താണ് പറയുന്നത്?
വേർപ്പെടുത്തിയാൽ ഇവ പരസ്പരം വേർപ്പെടുത്തിയാൽ കുറേ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. ജീവിഗണത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമായ സന്താനങ്ങളെ രൂപപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നതോടെ ഇവ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് പരിണമിക്കുന്നു. ഇനി പരിണാമത്തിൻ്റെ തെളിവുകൾ നോക്കാം. ജീവപരിണാമത്തിന് ഉപോത്ബലകമായ തെളിവുകൾ അനവധിയാണ്. ജീവികളിലെ തന്മാത്രകളുടെ താരതമ്യ പഠനം മുതൽ ഭൂമിയിലെ ജീവികളുടെ വിന്യാസം വരെയുള്ള പഠനം ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അപ്പം എന്താണ് തന്മാത്ര ജീവശാസ്ത്രം അല്ലെങ്കിൽ മോളിക്കുലാർ ബയോളജി എന്ന് വെച്ചാൽ ഒരു ജീവിയിലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമവും പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളുടെ ക്രമവും മറ്റും ജീവികളുടേതുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ജീവികളുടെ പരിണാമപരമായ ബന്ധം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമം നോക്കിയിട്ടും അതുപോലെ തന്നെ പ്രോട്ടീനുകളുടെ ഉള്ളിലുള്ള അമിനാസിഡ് ഉണ്ടല്ലോ, ഈ അമിനാസിഡിൻ്റെ ക്രമമൊക്കെ നോക്കിയിട്ട് ഇവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അവർ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനായിട്ട് പറ്റും. ശ്വസനവർണ്ണകമായ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യരിലെ ഗ്ലോബിൻ തന്മാത്രയിലെ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം മറ്റു ജീവികളുടേതുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്ന പട്ടിക നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിമ്പാൻസി എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് വ്യത്യാസം നോക്കുകയാണെങ്കിൽ 0 ഗൊറില്ലയാണെങ്കിലോ അമിനോ ആസിഡായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1, എലിയാണെങ്കിൽ 31. ഇവിടുത്തെ ബീറ്റാ ശൃംഖലയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽഫ ശൃംഖലയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആന്തരഘടനയിലെ താരതമ്യം നോക്കി. DNA ശ്രേണിയിലെ താരതമ്യം നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം. ചിമ്പാൻസി, മനുഷ്യൻ, ഗൊറില്ല, കുരങ്ങൊക്കെ എത്രയാണെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഇനി ആന്തരഘടനയിലെ താരതമ്യം നോക്കാം. ജീവികളുടെ ആന്തരഘടന താരതമ്യം ചെയ്ത് പഠിക്കുന്നത് പരിണാമത്തിന് ശക്തമായ തെളിവുകൾ നൽകുന്നു. മനുഷ്യൻ്റെ കൈ, പൂച്ചയുടെ മുൻകാലുകൾ, തിമിംഗലത്തിൻ്റെ ഫ്ലിപ്പർ, വവ്വാലിൻ്റെ ചിറക് എന്നിവയുടെ അസ്ഥികൾ സമാനമാണ്. അപ്പോൾ ഏതൊക്കെ അസ്ഥികളാണ് സമാനമായിട്ടുള്ളത്? മനുഷ്യൻ്റെ കൈ, അതുപോലെ തന്നെ പൂച്ചയുടെ മുൻകാല്, പിന്നെ തിമിംഗലത്തിൻ്റെ എന്താണ് തിമിംഗലത്തിൻ്റെ ഫ്ലിപ്പർ, വവ്വാലിൻ്റെ ചിറക് എന്നിവയൊക്കെ എന്താണ് സെയിം ആണ്. എന്നാൽ ഈ അവയവങ്ങൾ അവയുടെ ബാഹ്യഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇനി ഫോസിൽ തെളിവുകൾ. പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളെയാണ് എന്ന് പറയുന്നത് ഫോസിലുകൾ എന്ന് പറയുന്നത് അല്ലേ. ജീവപരിണാമം ഒരു ക്രമാനുഗത പ്രക്രിയയാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുതിരകളുടെ പൂർവികരുടെ കാലുകൾ ഇന്നത്തെ കുതിരകളുടേതിനേക്കാളും ചെറുതായിരുന്നു എന്ന് പറയാം. അപ്പോൾ എന്താണ് ജീവപരിണാമം എന്ന് പറയുന്നത്? ക്രമാനുഗത പ്രക്രിയയാണ്. ഇടനില ഫോസിലുകൾ ജീവികൾ തമ്മിലുള്ള പരിണാമപരമായ ബന്ധം തെളിയിക്കുന്നുണ്ട്. ഇടനില ഫോസിലുകൾ ജീവികൾ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഉരകം, പക്ഷി എന്നിവയുടെ സ്വഭാവങ്ങളോട് കൂടിയ ആർക്കിയോപ്ടെറിക്സ്. ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്ന നിരവധി ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ദിനോസറുകളും മാമത്തുകളൊക്കെ എന്താണ് വംശനാശം സംഭവിച്ചവയാണ്. പരിണാമം ഒരു തുടർ പ്രക്രിയ. മിക്ക വൈറസുകളുടെയും ജനിതക വസ്തു RNA ആണ്. വൈറസുകളുടെ ജനിതക വസ്തു RNA ആണ്. RNA എന്ന് വെച്ചാൽ എന്താണ്? റൈബോന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ. DNA അപേക്ഷിച്ച് RNAക്ക് മ്യൂട്ടേഷനുകൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതിനാൽ RNA വൈറസുകൾ വേഗത്തിൽ പരിണമിക്കും. വൈറസുകളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. ചില മ്യൂട്ടേഷനുകൾ വൈറസുകൾക്ക് അവയുടെ ആതിഥേയ കോശത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ ആൻറ്റിവൈറൽ മരുന്നുകളോടുള്ള പ്രതിരോധിക്കുവാനുള്ള ശേഷി നൽകുന്നുണ്ട്. അതായത് ചില വൈറസുകളൊക്കെ പറയുന്നത് RNA ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ചില RNA വൈറസുകൾക്ക് RNAക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. വൈറസുകളുടെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ചില മ്യൂട്ടേഷനുകൾ വൈറസുകൾക്ക് അവയുടെ ആതിഥേയ കോശത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനോ അതുപോലെ തന്നെ ആൻറ്റിവൈറൽ മരുന്നുകളോട് പ്രതിരോധിക്കുവാനുള്ള ശേഷി നൽകുന്നുണ്ട്. ഇത് ആതിഥേയ കോശത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും പെരുകാനും അവയെ സഹായിക്കുന്നു. ഇത്തരം മ്യൂട്ടേഷനുകൾ വൈറസിൻ്റെ പുതിയ വകഭേദങ്ങൾക്ക് കാരണമാകുകയും പ്രകൃതി നിർദ്ധാരണം വഴി അവയുടെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു.
കോശങ്ങളെ ബാധിക്കാനുള്ള കഴിവ് നൽകിയ മ്യൂട്ടേഷനിലൂടെയാണ് ഡെൽറ്റ കോവിഡ് വൈറസ് അതിവേഗം പടർന്നത്. വാക്സിനുകളുടെയും പ്രതിരോധശേഷിയെ മറികടക്കാൻ ഒമിക്രോണിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിലുണ്ടായ മ്യൂട്ടേഷനുകൾ കാരണമായി. അപ്പോൾ ചില മ്യൂട്ടേഷൻസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കും അതിജീവിക്കുന്നതിനായിട്ട് പറ്റുന്നുണ്ട്, വൈറസുകൾക്കും അതിജീവിക്കുന്നതിനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിനെതിരെയായിട്ടാണെന്നുണ്ടെങ്കിലും അതിജീവിക്കുന്നതിനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മ്യൂട്ടേഷൻസ് ഇത് ആതിഥേയ കോശത്തെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും പെരുകാനും സഹായിക്കുന്നുണ്ട്. ഈ മ്യൂട്ടേഷനുകൾ വൈറസിനെ പുതിയ വകഭേദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മൾ കൊറോണ വൈറസിൻ്റെ വകഭേദമായിട്ട് ഒമിക്രോൺ അല്ലേ, അത് പറയുന്നത്. വൈറസുകളിലേതുപോലെ മനുഷ്യരുടെ രൂപപ്പെടലിലും പെട്ടെന്നുള്ള പരിണാമപരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ? വൈറസുകൾക്ക് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ പരിണാമം സംഭവിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർ രൂപപ്പെടാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന പരിണാമം നടന്നതായിട്ട് പറയുന്നുണ്ട്. സസ്തനി വിഭാഗങ്ങളിലെ കുരങ്ങന്മാരുടെയും ആൾക്കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുപൂർവികർ പ്രൈമേറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഈ പ്രൈമേറ്റുകളിലാണ് ആരൊക്കെ വരുന്നത്? ഈ കുരങ്ങന്മാരുമാണെങ്കിലും അതുപോലെ തന്നെ ആൾക്കുരങ്ങുമാണെങ്കിലും മനുഷ്യരൊക്കെ എന്താണ് പ്രൈമേറ്റുകളിൽ വരുന്നവയാണ്. ഇവിടെ കുറച്ച് ഒരു മനുഷ്യ പരിണാമ വൃക്ഷം നൽകിയിട്ടുണ്ട്. കുരങ്ങ് സർക്കോപിത്തിക്കോയിഡയിലാണ് വരുന്നത് അല്ലേ. ചെറിയ മസ്തിഷ്കം വാലുള്ളവരാണ്. ഇനി ഗിബൺ, ഒറാങ്ങുട്ടാൻ, ഗോറില്ല, ചിമ്പാൻസി, മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമിനോയിഡ എന്ന് പറയുന്നത് വലിയ മസ്തിഷ്കം അല്ലെങ്കിൽ വാലില്ലാത്തവരെയാണ് പറയുന്നത്. ഇവയെല്ലാം കൂടിയിട്ടാണ് ആന്ത്രോപോയിഡയിൽ വരുന്നത്. അതിലെല്ലാം കൂടിയിട്ടാണ് എന്ത് വരുന്നത്? പ്രൈമേറ്റുകൾ എന്ന് പറയുന്നതിൽ വരുന്നത് അല്ലേ. അപ്പം ആന്ത്രോപോയിഡിൽ 2 വിഭാഗങ്ങളുണ്ട്, സർക്കോപിത്തിക്കോയിഡിയും ഹോമിനോയിഡിയും. മനുഷ്യനോട് പരിണാമപരമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി ഏതാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പിക്ചറിൽ. സഹലാന്ത്രോപോസ് ചാഡൻസിസ് മനുഷ്യപരിണാമ പരമ്പരയിലെ ആദ്യത്തെ കണ്ണിയാണ്. ആഫ്രിക്കയിലെ ചാഡിൽ നിന്നും ഫോസിലുകൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആസ്ട്രലോപിത്തിക്കസ് ആരാണ്? ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ ഏതാണ്ട് പൂർണ്ണമായ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തി. അസ്ഥികൂടത്തിൻ്റെ ഘടന ഇരുകാലുകളിലുള്ള നടത്തം സ്ഥിരീകരിക്കുന്നു. ഇനി ഹോമോ ഹാബിലസ് ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചു. വലിയ തലയോടാണ്. കൈകൾ ഉപയോഗിച്ച് കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. ചെറിയ കൂട്ടമായി ജീവിച്ചു. വേട്ടയാടൽ ആരംഭിച്ചു. ഹോമോ ഇറക്ടസ് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചു. ഇരുകാലുകളിൽ നിവർന്ന് നടക്കാൻ കഴിവുള്ളവർ. വിശാലമായ നെറ്റിത്തടം. മിശ്രബുക്കുകൾ. മികവ് കൂടിയ കല്ലായുധങ്ങൾ വേട്ടയാടുന്നതിനായിട്ട് ഉപയോഗിച്ചു. നെക്സ്റ്റ് ഹോമോ നിയാണ്ടർതാലൻസിസ് ആധുനിക മനുഷ്യൻ്റെ സമകാലികർ. ജർമ്മനിയിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചു. ചെറുതും ചെരിഞ്ഞതുമായ നെറ്റിത്തടം, കട്ടി കൂടിയ പുരികത്തടം എന്നിവയുള്ളവയായിരുന്നു. ഇവർ ശവശരീരങ്ങൾ മറവ് ചെയ്തിരുന്നു. ഹോമോ സാപ്പിയൻസ് ആധുനിക മനുഷ്യൻ. സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും സ്വായത്തമാക്കി മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും നഗരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. സാംസ്കാരികമായി ഏറ്റവും അധികം പരിണാമം സംഭവിച്ച വിഭാഗമാണ്. ഇനി നിയാണ്ടർതാലുകളും ആധുനിക മനുഷ്യരും. നിയാണ്ടർതാലുകൾക്കും ആധുനിക മനുഷ്യർക്കും പൊതുപൂർവിക ജീവിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവ രണ്ടും സഹവസിക്കുകയും പരസ്പരം ജീനുകൾ കൈമാറുകയും ചെയ്തു. ആഫ്രിക്കൻ ഇതര ആധുനിക മനുഷ്യർക്ക് ഏകദേശം 1-2% നിയാണ്ടർതാൽ DNA ഉണ്ടെന്ന് ജനിതക തെളിവുകൾ കണക്കാക്കുന്നു. നിയാണ്ടർതാലുകളുടെ മസ്തിഷ്കത്തിൻ്റെ വലിപ്പം ആധുനിക മനുഷ്യരുടേതിനേക്കാളും ശരാശരി അല്പം കൂടുതലായിരുന്നു. അവയുടെ മസ്തിഷ്ക ഘടന കാഴ്ചയ്ക്കും ശരീര നിയന്ത്രണത്തിനും കൂടുതൽ അനുയോജ്യമായിരുന്നു. എന്നാൽ ആധുനിക മനുഷ്യരുടെ മസ്തിഷ്കം സാമൂഹിക ഇടപെടലിനും സങ്കീർണമായ ചിന്തയ്ക്കും സഹായകമായി. നിയാണ്ടർതാലുകൾക്ക് 40,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു. നിയാണ്ടർതാലിനെ കുറിച്ച് പറയാൻ നിയാണ്ടർതാലിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരുമായിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് പറഞ്ഞു. കമ്പാരിസൺ അല്ലേ. കഴിഞ്ഞ 3 മുതൽ 4 ദശലക്ഷം വർഷങ്ങളിലെ ഉള്ളിലുണ്ടായ മസ്തിഷ്ക വലിപ്പ വർധനവ് മനുഷ്യപരിണാമത്തിലെ മുഖ്യ പ്രവണതയാണ്. 2 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട് മസ്തിഷ്ക വലിപ്പം ഏകദേശം 3 ഇരട്ടിയായി. ഇത് സങ്കീർണമായ സാമൂഹിക സ്വഭാവങ്ങളും ഉപകരണങ്ങൾ നിർമ്മിക്കുവാനുള്ള കഴിവും ഭാഷ പ്രയോഗിക്കുവാനുള്ള കഴിവും ഉയർന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവും മനുഷ്യന് നൽകി.
മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനും സംസ്കാരം വികസിപ്പിക്കുവാനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും ഇത് മനുഷ്യനെ സഹായിച്ചു. ചെറിയ തലച്ചോറുള്ള പൂർവികരിൽ നിന്ന് ഹോമോസാപ്പിയൻസിലേക്കുള്ള മാറ്റത്തിന് അടിത്തറയായത് ഈ മസ്തിഷ്ക വികാസമാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് പരിണാമമാണല്ലേ. എങ്ങനെയാണ് മനുഷ്യനിലേക്ക് എത്തുന്നതെന്നും എങ്ങനെയാണ് പരിണാമം സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ് നടന്ന എക്സാമുകളിലൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നന്നായി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അപ്പോൾ നാഡിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാഡിയെ കുറിച്ചിട്ട് എല്ലാ പോയിൻറ്റ്സും ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. മനുഷ്യരിലെ നാഡീവ്യവസ്ഥ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നാഡീവ്യവസ്ഥയാണെന്ന് അറിയാമല്ലോ അല്ലേ. നാഡീവ്യവസ്ഥയാണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ ഏകോപിപ്പിക്കുന്നതൊക്കെ എന്താണ്, നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ് മനുഷ്യരിലെ നാഡീവ്യവസ്ഥയിലുള്ളത്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക എന്നതാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ. നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയെല്ലാമാണ് മനുഷ്യരിലെ നാഡിയിൽ ഉള്ളത്. ഇനി എന്താണ് ന്യൂറോണുകൾ എന്ന് വെച്ചാൽ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകൾ. ചോദിക്കാറുണ്ട്, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതാണ്? നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകളാണ്. ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ്. അതായത് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂറോൺസൊക്കെ സഹായിക്കുന്നത് അല്ലേ. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കും, എന്നിട്ടാണ് ഈ സന്ദേശങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നത്. നമുക്ക് പിക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് കോശശരീരം എന്ന് പറയുന്നത്. ഇനി ഡെൻഡ്രോൺ എന്ന് വെച്ചാൽ എന്താണ്? ഈ ശാഖകളെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോണിൻ്റെ അറ്റത്ത് ഉള്ളതുണ്ടല്ലോ, അതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ നീളമുള്ളൊരു തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിൻ്റെ ശാഖയുടെ തുമ്പത്ത് വരുന്നതാണെന്ന് പറയുന്നത് ആക്സോണേറ്റ് എന്ന് പറയുന്നത്. ഈ കുഞ്ഞു ബൾബ് പോലെ കാണുന്നില്ലേ, കുഞ്ഞു വട്ടം, അതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇതാണ് ന്യൂറോണിൻ്റെ ഘടന എന്ന് പറയുന്നത്. നാഡീകോശത്തിൻ്റെ കേന്ദ്രമാണ് കോശശരീരം. അപ്പോൾ കോശശരീരം എന്ന് വെച്ചാൽ എന്താണ്? നാഡീകോശത്തിൻ്റെ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കോശശരീരമാണ് നാഡീകോശത്തിൻ്റെ കേന്ദ്രം. ഇവിടെ കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും കോശാംഗങ്ങളും കാണപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കോശശരീരം എന്ന് പറയുന്നത്. ഈ കോശശരീരത്തിലെ ഇവിടെ കോശശരീരം കാണിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോശദ്രവ്യം ഉണ്ടാവും, അതുപോലെ തന്നെ കോശാംഗങ്ങളും കാണപ്പെടുന്നുണ്ട്. കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഡെൻഡ്രോണുകൾ. അതായത് ഇതാണ് കോശശരീരം എന്ന് പറഞ്ഞു അല്ലേ. ഈ കോശശരീരത്തിൽ നിന്നും പുറപ്പെടല്ലേ ഇങ്ങനെ ശാഖകൾ പോലെ കാണുന്നില്ലേ, അതിനെയാണെന്ന് പറയുന്നത് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രോണുകളുടെ ശാഖയാണ് ഇത്, എന്നൊരു നേർത്ത തന്തുവാണ്. ഇതിൻ്റെ ശാഖയാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാഖയായിട്ട് ഇങ്ങനെ പിരിയുന്നതിന് നമ്മളെന്ന് പറയാം ഡെൻഡ്രൈറ്റുകൾ എന്നാണ് പറയുന്നത്. ശാഖയായിട്ട് പിരിയുന്നതിന് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയും. ഈ കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തുക്കളെയാണെന്ന് പറയുന്നത് ഡെൻഡ്രോണുകൾ എന്ന് പറയുന്നത്. തൊട്ടടുത്ത മറ്റു നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലേക്ക് കൈമാറുന്നത് ഡെൻഡ്രോണുകളിലൂടെയാണ്. അതായത് നമ്മൾ പറഞ്ഞു ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, കോശശരീരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്? തൊട്ടടുത്ത മറ്റു നാഡീകോശങ്ങളിൽ നിന്നും ഡെൻഡ്രൈറ്റുകൾ സ്വീകരിക്കുന്ന സന്ദേശങ്ങൾ കോശശരീരത്തിലേക്ക് കൈമാറുന്നത് ഡെൻഡ്രോണുകളിലൂടെയാണ്. ഇതാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യാണ്? ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത നാഡീകോശങ്ങളിൽ നിന്നും ഈ ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്യും? ഈ സന്ദേശങ്ങൾ സ്വീകരിക്കും. എന്നിട്ട് ഇത് ഡെൻഡ്രോൺ വഴിയാണ് കോശശരീരത്തിലേക്ക് കൈമാറുന്നത്. ഈ ഡെൻഡ്രോൺ വഴിയാണ് ഇത് കോശശരീരത്തിലേക്ക് എത്തുന്നത്. നമ്മൾ പറഞ്ഞു ഈ ശാഖകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ശാഖകൾ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറും. എന്നിട്ട് ഈ ശാഖകളിൽ നിന്നും നേരത്തെ തന്തുവായി ഡെൻഡ്രോണിലേക്ക് എത്തും.
അല്ലേ? ഈ ഡെൻഡ്രോൺ വഴിയാണ് ഈ കോശസ്തരത്തിലേക്ക് സന്ദേശങ്ങൾ എത്തുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ആക്സോൺ എന്ന് പറയുന്നത് എന്താണ്? കോശശരീരത്തിൽ നിന്ന് നീളം കൂടിയ തന്തുവാണ്. അതിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റുകൾ. അതായത് ഇവിടെ നമുക്ക് പിക്ചറിൽ നമ്മൾ പറഞ്ഞു നീളം കൂടിയ തന്ത് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അറ്റത്ത് കിടക്കുന്ന അതിൻ്റെ ശാഖകളെയാണ് എന്ന് പറയുന്നത് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാഖകൾ, ആക്സോണിൻ്റെ ശാഖകളെയാണ് എന്ന് പറയുന്നത് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. കോശ ശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആക്സോണുകളിലൂടെ ആക്സോണൈറ്റുകളിൽ എത്തുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഡെൻഡ്രേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഡെൻഡ്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡെൻഡ്രേറ്റ് വഴിയാണ് സന്ദേശങ്ങൾ, ഡെൻഡ്രോൺ വഴിയാണ് കോശ ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലേ? ഈ കോശ ശരീരത്തിൽ നിന്നും ഇത് വലിയൊരു നേരത്തെ തന്തു ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കോശ ശരീരത്തിൽ നിന്നും ഈ സന്ദേശങ്ങൾ എങ്ങോട്ട് എത്തും? ആക്സോണൈറ്റിലേക്ക് എത്തുന്നു. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തായി മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഇതിൽ നിന്നും തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അസറ്റൈൽ കൊളിൻ ഉണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനാണ് ഉപയോഗിക്കുന്നത്. നാഡീകോശത്തിലേക്ക് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനാണ് എന്തുപയോഗിക്കുന്നത്? സിനാപ്റ്റിക് നോബ് ഉപയോഗിക്കുന്നത് അല്ലേ? സിനാപ്റ്റിക് നോബ് എന്ന് ചെയ്യുന്നത് തൊട്ടടുത്ത നാഡീകോശത്തിൽ നിന്ന് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നിവ അടങ്ങിയിട്ടുള്ളതും ഈ സിനാപ്റ്റിക് നോബിലാണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? എങ്ങനെയാണ് സന്ദേശങ്ങൾ കൈമാറുന്നതെന്ന് പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഡെൻഡ്രേറ്റ് വഴിയാണ് അല്ലേ? ഡെൻഡ്രേറ്റ് വഴി സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറും. എന്നിട്ട് ഡെൻഡ്രോൺ വഴി ഇത് കോശ ശരീരത്തിലേക്ക് എത്തും. ഈ കോശ ശരീരത്തിൽ നിന്ന് നേരെ ആക്സോൺ വഴി ഇത് ആക്സോണൈറ്റിലേക്ക് എത്തും. ആക്സോണൈറ്റിൻ്റെ തുമ്പത്തായിട്ട് എന്തുണ്ട്? സിനാപ്റ്റിക് നോബാണ്. മുഴകൾ പോലെ സിനാപ്റ്റിക് നോബ് കാണപ്പെടുന്നുണ്ട്. ഈ സിനാപ്റ്റിക് നോബാണ് രാസസന്ദേശങ്ങൾ കൈമാറുന്നതിന് സഹായിക്കുന്നത്. ഈ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ട്? അസറ്റൈൽ കോളിൻ അല്ലെങ്കിൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇവയാണ് സന്ദേശങ്ങൾ കൈമാറുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ചുവടെ നൽകിയിട്ടുള്ള ചിത്രം 2.1 വിവരണം എന്നിവ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നാഡീവ്യവസ്ഥയിലെ കോശങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. ഏതൊക്കെ കോശങ്ങളാണ് നാഡീവ്യവസ്ഥയിലുള്ളത്? എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. അപ്പോൾ ഈ പച്ച കളറിൽ കാണുന്നതാണ് എപ്പൻഡൈമൽ കോശം. പിന്നെ ഇതെന്താണ്? ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ്. പിന്നെ മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്. ഇനി എന്താണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് വെച്ചാൽ? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും പകുതിയിലധികവും ചിത്രം 2.1 കാണിച്ചിരിക്കുന്ന കോശങ്ങളാണുള്ളത്. അതായത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലുമുള്ള നാഡീകോശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നിട്ടുള്ള കുറച്ച് കോശങ്ങളുണ്ടല്ലോ, ഇതാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിനെയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ? ഏതൊക്കെയാണ്? എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ് എന്നിവയൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ വിഭജനശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാനോ സന്ദേശങ്ങളെ കടത്തിവിടാനോ കഴിയില്ല. അപ്പോൾ ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വിഭജനശേഷിയുള്ളവയാണ്. എന്നാൽ ഇവയ്ക്ക് സന്ദേശങ്ങളൊന്നും കൈമാറാനുള്ള കഴിവില്ല. ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ വിവിധ ധർമ്മങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്? സന്ദേശങ്ങൾ കൈമാറാനായിട്ട് പറ്റില്ല എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ വിഭജിക്കുവാനായിട്ടും പറ്റുന്നതാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുന്നുണ്ട്. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ പോഷണം എത്തിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ പ്രധാന ധർമ്മങ്ങളാണ് നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം നൽകുക, അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ചിത്രീകരണം 2.9 നൽകിയിട്ടുള്ള നാഡീകോശവും ചുവടെ ചിത്രീകരിച്ചിട്ടുള്ള നാഡീകോശവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തൂ. നമുക്ക് തന്നിരിക്കുന്നതിൽ എന്താണ്? മൈലിൻ ഷീറ്റ് നൽകിയിട്ടുണ്ട് അല്ലേ? മൈലിൻ ഷീറ്റ് നമ്മൾ പറഞ്ഞു ആക്സോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ചില ന്യൂറോണുകളിൽ ആക്സോണിനെ പൊതിഞ്ഞ് മൈലിൻ ഷീറ്റ് എന്ന ഒരാവരണം കാണപ്പെടുന്നുണ്ട്.
ഇത് തിളക്കമുള്ള വെളുപ്പ് നിറമുള്ള മൈലിൻ എന്ന കൊഴുപ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മൈലിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ്. മൈലിൻ എന്താണ്? വെള്ള കളറാണ്. ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക മുതലായവയാണ് മൈലിൻ ഷീറ്റിൻ്റെ മുഖ്യധർമ്മങ്ങൾ. അപ്പം മൈലിൻ ഷീറ്റിൻ്റെ മുഖ്യധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. അപ്പം മൈലിൻ ഷീറ്റിൻ്റെ മുഖ്യധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും നാഡികളിൽ മൈലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഡിഫറെൻ്റ് ആണ്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും എന്താണ് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാണ്. എന്നാൽ നാഡികളിലാണെന്നുണ്ടെങ്കിൽ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. അപ്പോൾ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഒളിഗോഡെൻഡ്രോസൈറ്റ് ആണ് ആ മൈലിൻ ഷീറ്റിനെ നിർമ്മിക്കുന്നത്. എന്നാൽ നാഡികളിലാണെന്നുണ്ടെങ്കിൽ ഷ്വാൻ കോശങ്ങളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ഈ ന്യൂറോൺ? ഓക്കെ, ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റും അതുപോലെ തന്നെ ഷ്വാൻ കോശങ്ങളും. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും നാഡീകോശങ്ങൾ, അതായത് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നതാണ്. എന്നാൽ ഷ്വാൻ കോശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഷ്വാൻ കോശങ്ങൾ നാഡികളിലാണ് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മൈലിൻ ഷീറ്റും ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. മസ്തിഷ്കത്തിനും സുഷുമ്നയിലും മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗങ്ങളെയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് മാറ്റർ എന്ന് പറയും. നമ്മൾ പറഞ്ഞു മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണെന്നല്ലേ. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈലിൻ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് മാറ്റർ എന്ന് പറയും, ഇല്ലാന്നുണ്ടെങ്കിലോ ഗ്രേ മാറ്റർ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഗാംഗ്ലിയോണുകൾ? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പറയുന്നത്? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്, അതിനെയാണ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. പരിണാമപരമായി ഉയർന്ന തലത്തിൽപ്പെട്ട മനുഷ്യരിൽ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് അനുയോജ്യമായ ഒരു നാഡീവ്യവസ്ഥ സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്ര പഠിച്ചിരിക്കുക. ഗാംഗ്ലിയോൺ എന്ന് വെച്ചാൽ ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയും ഗാംഗ്ലിയോണുകൾ എന്നാണ് പറയുന്നത്. ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി നാഡീവ്യവസ്ഥ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാഡീവ്യവസ്ഥ എങ്ങനെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും. ഇനി ഈ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നത്. എന്നാൽ പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത് എന്താണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരാനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളും കാണപ്പെടുന്നു. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ മസ്തിഷ്കവും സുഷുമ്നയും മാത്രമാണുള്ളത്. എന്നാൽ പെരിഫറൽ നാഡീവ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ 12 ജോഡിയിലെ ഈ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന, ഇത് മസ്തിഷ്കവും സുഷുമ്നയൊക്കെ ഉണ്ടല്ലോ, ഇവ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളുണ്ട്. അതുപോലെ 31 ജോഡി സുഷുമ്നാ നാഡികളുണ്ട്. പിന്നെന്താണ്? ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് മസ്തിഷ്കവും സുഷുമ്നയിലേക്ക് കടക്കാം.
കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്ക, സുഷുമ്ന എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്കറിയാം മസ്തിഷ്കത്തിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് അല്ലേ ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്ക, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് ഈ മെനിഞ്ചസ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? സെറിബ്രോ സ്പൈനൽ ദ്രവം തന്നിട്ടുണ്ട് അല്ലേ. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നതാണ് സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും മെനിഞ്ചസിൻ്റെ ഇടയിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം. നോക്കാം. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് കാണപ്പെടുന്നു. മസ്തിഷ്കത്തിനെയും അതുപോലെ തന്നെ സുഷുമ്നയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 പാളിയാണെന്ന് പറയുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത് മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിൽ, മസ്തിഷ്കത്തിൻ്റെ അറകളിൽ, സുഷുമ്നയുടെ സെൻട്രൽ കനാലിലൊക്കെയാണ് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം അടങ്ങിയിട്ടുള്ളത്. ഈ ദ്രവത്തിൻ്റെ രൂപീകരണത്തിൽ എപ്പൻഡേമൽ കോശങ്ങൾക്ക് പങ്കുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം താഴെ പറയുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറഞ്ഞു മസ്തിഷ്കത്തിലും സുഷുമ്നയിലും എന്തുണ്ട്? ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്. അതുപോലെ തന്നെ മെനിഞ്ചസ് എന്ന് പറയുന്നതാണ് മസ്തിഷ്കത്തിലും സുഷുമ്നയും പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 പാളികളോട് കൂടിയിട്ടുള്ളതാണ് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ മെനിഞ്ചസ്, സെറിബ്രോ സ്പൈനൽ ദ്രവം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. നമ്മൾ മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ന്യൂറോണിനൊക്കെ സംരക്ഷിക്കുന്നതാണ് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തിനാണ് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്? തലച്ചോറിന്, സുഷുമ്നേനും അതുപോലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നുണ്ട്, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അല്ലേ. മസ്തിഷ്കത്തിൽ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല എന്നും അറിയപ്പെടുന്നു. സെറിബ്രത്തിന് 2 ഭാഗങ്ങളാണുള്ളത്, കോർട്ടെക്സും മെഡുലയും. ഈ കോർട്ടെക്സ് എന്താണ്? ഗ്രേ മാറ്ററാണ് കാണപ്പെടുന്നത്, ബാഹ്യഭാഗമാണ്. അതുപോലെ തന്നെ കോർട്ടെക്സിൽ എന്താണ് കാണപ്പെടുന്നത്? ഗ്രേ മാറ്ററാണ് കാണപ്പെടുന്നത്. ഇനി മെഡുലയിലോ വൈറ്റ് മാറ്ററാണ് കാണപ്പെടുന്നത്. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും വലിയ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഏതാണ്? സെറിബ്രമാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് സെറിബ്രം. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നതും ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. കോർട്ടെക്സ്, മെഡുല എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. കോർട്ടെക്സിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രേ മാറ്ററാണ് കാണപ്പെടുന്നത്. എന്നാൽ വൈറ്റ് മാറ്റർ കാണപ്പെടുന്നതാണ് മെഡുല. അതുപോലെ തന്നെ പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് സെറിബ്രമാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് സെറിബ്രം. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇനി സെറിബെല്ലം എന്ന് വെച്ചാൽ എന്താണ്? മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. കണ്ടോ, സെറിബെല്ലം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെയായാണ് കാണപ്പെടുന്നത്. സെറിബെല്ലം സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സെറിബെല്ലം സഹായിക്കുന്നത് എന്തിനാണ്? ശരീരത്തിൻ്റെ തുലന നില കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് സഹായിക്കുന്നത്? സെറിബെല്ലം സഹായിക്കുന്നത്. തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്നതാണ് സെറിബെല്ലമാണ്. നെക്സ്റ്റ് എന്താണ്? തലാമസ് മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്താണ് കാണപ്പെടുന്നത്. തലാമസ് മസ്തിഷ്കത്തിന് ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. സെറിബ്രത്തിലേക്ക് അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. അതുപോലെ തന്നെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം കൂടിയാണ് എന്തെന്ന്
പറയുന്നത്? തലാമസ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോ തലാമസ്, തലാമസിന് താഴെയായിട്ടാണ് അല്ലേ. ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഹൈപ്പോ തലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോ തലാമസ് എന്തിനാണ് സഹായിക്കുന്നത്? ആന്തര സമസ്ഥിതി പാലനത്തിനാണ് സഹായിക്കുന്നത്. ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ എന്നിവയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നു ഹൈപ്പോ തലാമസിൻ്റെ പ്രധാന ധർമ്മമാണ്. ഇനി മിഡ് ബ്രെയിൻ നോക്കിയേ. മിഡ് ബ്രെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിൽ ഈ ഭാഗത്തിന് പ്രധാന പങ്കുണ്ട്. അപ്പം മിഡ് ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായിട്ട് വിലയിരുത്തുക. അതുപോലെ തന്നെ കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിനും ഈ മിഡ് ബ്രെയിൻ പ്രധാന പങ്കുണ്ട്. ഇനി പോൺസ് എന്ന് വെച്ചാൽ എന്താണ്? പോൺസ് എന്ന് പറയുന്നത് കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് പോൺസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മിഡ് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പുരികം, അതുപോലെ തന്നെ കൺപീലിയാന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കാഴ്ച, കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മിഡ് ബ്രെയിൻ തന്നെയാണ്. പോൺസ് എന്ന് പറയുന്നത് കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെയാണ് ഏകോപിപ്പിക്കുന്നത്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും എന്ത് തന്നെയാണ്? പോൺസ് ആണ്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും എന്ത് തന്നെയാണ്? പോൺസ് തന്നെയാണ്. ഇനി മെഡുല ഒബ്ലാങ്ങേറ്റ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലാങ്ങേറ്റയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാണ് മെഡുല ഒബ്ലാങ്ങേറ്റയാണ്. അപ്പോൾ സെറിബ്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഓർമ്മ, ചിന്ത, ബുദ്ധി എന്നിവയൊക്കെയാണ് സെറിബ്രം നിയന്ത്രിക്കുന്നത്. സെറിബെല്ലം എന്ന് പറയുന്നത് ശരീര തുലനില പാലിക്കുന്നതാണ് സെറിബെല്ലം. ഇനി തലാമസ് എന്ന് പറയുന്നത് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലാമസിലാണ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം കൂടിയാണ് തലാമസ്. ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പാലനത്തിനാണ് സഹായിക്കുന്നത്. അതായത് ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ എന്നിവയൊക്കെ എന്താണ് നിയന്ത്രിക്കുന്നത്? ഹൈപ്പോ തലാമസ് ആണ്. ഇനി മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? പിരികം, കൺപീലി, പിരികം, കണ്ണുകൾ എന്നിവയുടെ ചലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മിഡ് ബ്രെയിൻ ആണ്. ഇനി പോൺസ് എന്ന് വെച്ചാൽ കണ്ണിലും മുഖത്തുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നതും തന്നെയാണ് പോൺസ് ആണ്. മെഡുല ഒബ്ലാങ്ങേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. ഇനി എന്താണ് സുഷുമ്ന എന്ന് പറയുന്നത്? മെഡുല ഒബ്ലാങ്ങേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സുഷുമ്ന. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡുല ഒബ്ലാങ്ങേറ്റ അല്ലേ. എവിടെയാണ്? ഇതല്ലേ മെഡുല ഒബ്ലാങ്ങേറ്റ. ഈ മെഡുല ഒബ്ലാങ്ങേറ്റയ്ക്ക് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് സുഷുമ്ന എന്ന് പറയുന്നത്. ഇതിലും ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും കാണപ്പെടുന്നുണ്ട്. ഇനി എന്താണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്? സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗത്തെയാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മസ്തിഷ്കത്തിൽ സുഷുമ്നയും സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. അപ്പോൾ ഈ സുഷുമ്നയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറിബ്രോസ്പൈനൽ നിറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തെയാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡോർസൽ റൂട്ട്? ഡോർസൽ റൂട്ട് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നത് ഡോർസൽ റൂട്ടാണ്. ഡോർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടാണ് അല്ലേ. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നത് ഡോർസൽ റൂട്ടും, എന്നാൽ സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറുന്നത് വെൻട്രൽ റൂട്ടാണ്. ഡോർസൽ റൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നത് ഡോർസൽ റൂട്ടാണ്. വെൻട്രൽ റൂട്ട് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇത് എത്തിക്കുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുകയും മസ്തിഷ്കത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതും എന്ന് തന്നെയാണ് സുഷുമ്നയാണ്. മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുക, മസ്തിഷ്കത്തിൽ നിന്ന് ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് സുഷുമ്നയാണ്. ഇനി നമുക്കിവിടെ സിനാപ്സിൻ്റെ ഘടന നമുക്ക് തന്നിട്ടുണ്ട്. സിനാപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സിനാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാഡീയ ആവേഗം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവേഗം, നമ്മൾ ന്യൂറോണിൻ്റെ ഘടനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ആവേഗത്തിൽ നിന്ന് മറ്റൊരു ആവേഗത്തിലേക്ക് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ കൈമാറുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭാഗം ഉണ്ടായിരിക്കില്ല. അതിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. കണ്ടവിടെ നമുക്ക് 2 ന്യൂറോൺസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പില്ലേ, അതിനെയാണെന്ന് പറയുന്നത് സിനാപ്സ് എന്ന് പറയുന്നത്.
പ്രീ സിനാപ്റ്റിക് സ്ഥലം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സിനാപ്റ്റിക് നോബിലുള്ള ഒരു അസറ്റിൽ കോളിൻ ഉള്ളതൊക്കെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നെയാണ് അല്ലേ. അസറ്റിൽ കോളിൻ എന്ന് പറയുന്നതൊക്കെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നെയാണ്. അത് സിനാപ്റ്റിക് നോബിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. സിനാപ്റ്റിക് നോബ് എന്ന് വെച്ചാൽ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നിറഞ്ഞ വെസിക്കിളുകളുള്ള ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് അല്ലേ. മുഴകൾ പോലെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതിലെന്തുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇനി സിനാപ്റ്റിക് വിടവ് എന്ന് വെച്ചാൽ എന്താണ് ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവിനെയാണ് സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്നത്. ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവിനെയാണ് സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗത്തെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം എന്ന് പറയുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നമ്മൾ പറഞ്ഞു സിനാപ്റ്റിക് നോബിൽ ഉണ്ടെന്നല്ലേ. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സ് ഉള്ള ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗത്തെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം എന്ന് പറയുന്നത്. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കണം. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലേക്ക് എത്താണ്. സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നത് സംഭവിക്കും ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ടല്ലോ. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഈ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിലെ റിസപ്റ്ററുകളുമായി ചേർന്ന് ആ ന്യൂറോണിനെ ഉദ്ദീപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സിനാപ്റ്റിക് ഈ സ്ഥലത്തിലേക്ക് ഈ വിടവിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ എത്തിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാണ് ഈ പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിലെ റിസപ്റ്ററുകളുമായിട്ട് ചേർന്നിട്ട് ന്യൂറോണിനെ ഉദ്ദീപിക്കുകയാണ്. സിനാപ്സുകൾ ആവേഗങ്ങളെ ഒരേ ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ആവേഗങ്ങളെ ഒരു ദിശയിലേക്ക് കടത്തിവിടുക, ആവേഗങ്ങളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുകയാണ് സിനാപ്സിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് നവീന മസ്തിഷ്കം അല്ലെങ്കിൽ നിയോ കോർട്ടെക്സ്? സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് 6 അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന സങ്കീർണ ഘടനയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് ആണ് നവീന മസ്തിഷ്കം എന്ന് പറയുന്നതായിട്ട് മാറിയിരിക്കുന്നത്. മനുഷ്യരിലാണ് മറ്റു സസ്തനികളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം 16 ബില്യൺ നാഡീകോശങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഓരോന്നും മറ്റുള്ളവയുമായി ശരാശരി 7000-ഓളം സിനാപ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, പഠിക്കുക, ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായ മാനസിക പ്രവർത്തനങ്ങളെല്ലാം നവീന മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെയാണ് സാധ്യമാകുന്നത്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടുകയോ ചെയ്യുമ്പോൾ ഈ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കും. നമ്മുടെ മസ്തിഷ്കം കൂടുതലായിട്ട് കാര്യക്ഷമമാകും. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നവീന മസ്തിഷ്കം എന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. മനുഷ്യരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ ചിന്തിക്കുക, പഠിക്കുക, ഓർമ്മയ്ക്കൊക്കെ വരുന്നത് ഈ നവീന മസ്തിഷ്കത്തിലാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നതും പുതിയതായിട്ട് പഠിക്കുക അതിനനുസരിച്ച് സിനാപ്സുകളുടെ എണ്ണം കൂടും. അപ്പോൾ മസ്തിഷ്കത്തിൽ എന്ത് സംഭവിക്കും? മസ്തിഷ്കം കൂടുതലായിട്ട് കാര്യക്ഷമമാകും. അത് കാരണമാണ് കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് അല്ലേ, പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് നമ്മളിങ്ങനെ ആലോചിച്ച് പുതിയതായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? മസ്തിഷ്കം കൂടുതലായിട്ട് കാര്യക്ഷമമാകും. ഇനി വിവിധ തരം ന്യൂറോണുകൾ നമ്മൾ പറഞ്ഞു. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ എന്താണ് മസ്തിഷ്ക സുഷുമ്നയുണ്ടെന്ന് പറഞ്ഞു. പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് അവയവങ്ങളുമായി തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. സംവേദ ന്യൂറോണ്, ഇൻ്റർ ന്യൂറോണ്, പ്രേരക ന്യൂറോണ്. അപ്പോൾ ഈ സംവേദ ന്യൂറോൺ എന്ന് വെച്ചാൽ എന്താണ്? സംവേദ നാഡിയിലെ സംവേദ നാഡികൾ പുറപ്പെടുവിക്കുന്നതാണ് ഈ സംവേദ ന്യൂറോൺ എന്ന് പറയുന്നത് അല്ലേ. നാഡികൾ ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിൻ്റെയും യോജക കലയുടെയും പാളിയാൽ പൊതിഞ്ഞു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ. ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിൻ്റെയും യോജക കലയുടെയും പാളിയാൽ പൊതിഞ്ഞു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഡികൾ. സംവേദ നാഡി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നിർമ്മാണ ഘടകം സംവേദ ന്യൂറോണാണ്. ഇതെന്താ ചെയ്യുന്നത്? കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് നിർദ്ദേശങ്ങൾ എത്തിക്കുന്നത് സംവേദ നാഡിയാണ്. പ്രേരക നാഡി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പ്രേരക ന്യൂറോണാണ്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രേരക നാഡി. സമ്മിശ്ര നാഡി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അല്ലേ. സംവേദ ന്യൂറോണും പ്രേരക ന്യൂറോണും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഹൃദയമിടിപ്പ്, ശ്വസനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ബോധപൂർവമായ നിയന്ത്രണം ഇല്ലാതെ തന്നെ നടക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ പ്രാധാന്യത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി എന്താണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്?
പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥ ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അതിലെന്ത് വരുന്നുണ്ട്? നാഡി സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും വരുന്നുണ്ട്. സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും വരുന്നുണ്ട്, അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും വരുന്നുണ്ട്. സിമ്പത്തറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ പ്രതികരിക്കാനാണ് സജ്ജമാക്കുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥയുണ്ട്, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുണ്ട്. സിമ്പത്തറ്റിക് വ്യവസ്ഥയാണെന്നുണ്ടെങ്കിൽ അടിയന്തര സമയത്താണ് ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥ സജ്ജമാക്കുന്നത്. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണെങ്കിലോ വിശ്രമിക്കുവാനും ദഹനം പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുവാനും ശരീരത്തെ സജ്ജമാക്കുന്നതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അടിയന്തര സാഹചര്യങ്ങൾ ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സിമ്പത്തറ്റിക് വ്യവസ്ഥയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഈ കൺപോളകളൊക്കെ വികസിക്കുകയാണ്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുകയാണ്, ഉമിനീർ ഉൽപ്പാദനം കുറയും, ഹൃദയമിടിപ്പ് കൂടും, അതുപോലെ തന്നെ ശ്വാസകോശം എന്ന് സംഭവിക്കും, വികസിക്കും അല്ലേ. ദഹന പ്രക്രിയ മന്ദീഭവിക്കപ്പെടും, ഹോർമോൺ ഉൽപ്പാദനം കൂടും, പെരിസ്റ്റാൾസിസ് കുറയുന്നു, മൂത്രം നിലനിർത്തുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ. പ്യൂപ്പിളൊക്കെ ചുരുങ്ങും, ഉമിനീർ ഉൽപ്പാദനം കൂടും, ഹൃദയമിടിപ്പ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. ശ്വാസകോശം ചുരുങ്ങുന്നു, ദഹന പ്രക്രിയ ഉദ്ദീപിക്കപ്പെടുന്നു, പെരിസ്റ്റാൾസിസ് കൂടുന്നു, ശൂന്യമാക്കപ്പെടുന്നു. എന്ത്? മൂത്രം അല്ലേ. നമ്മുടെ ബോധതലത്തിന് പുറത്ത് നടക്കുന്ന വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥയ്ക്ക് പ്രധാന പങ്കുണ്ട്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മിക പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് കണ്ണിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് ചീമുക, അതുപോലെ തന്നെ ചൂടുള്ള വസ്തുവിൽ നമ്മൾ തൊടുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുക. അപ്പോൾ അത് ഈ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളിലൊക്കെ വരുന്നതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ആകസ്മിക പ്രതികരണങ്ങൾ. ഉദ്ദീപനത്തിനനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും നടക്കുന്ന പ്രതികരണങ്ങളെയാണ് റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആകസ്മികമായിട്ടും അനൈച്ഛികമായിട്ടും. അതായത് സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. സുഷുമ്നയിൽ നിന്നും ഉണ്ടാവാറുണ്ട്, മസ്തിഷ്കത്തിൽ നിന്നും ഉണ്ടാവാറുണ്ട്, റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. റിഫ്ലെക്സ് പ്രവർത്തനത്തിൻ്റെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഫ്ലെക്സിൻ്റെ സഞ്ചാരപാത ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? റിഫ്ലെക്സ് ആർക്കാണ്. നോക്കി, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഗ്രാഹി. നമ്മൾ എന്തെങ്കിലും ഒരു ചൂട് തൊടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. സംവേദ ന്യൂറോൺ എന്ത് ചെയ്യും? കേന്ദ്ര നാഡീവ്യവസ്ഥയിലേക്ക് എത്തിക്കില്ലേ, മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുകയാണ് സംവേദ ന്യൂറോൺ ചെയ്യുന്നത്. അങ്ങനെ സംവേദ ന്യൂറോൺ വഴി എന്ത് സംഭവിക്കും? ഇൻ്റർ ന്യൂറോണിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ പറഞ്ഞു പ്രാരക ന്യൂറോൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രാരക ന്യൂറോൺ എന്ന് വെച്ചാൽ എന്താണ്? വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രാരക ന്യൂറോൺ. എന്നിട്ടത് പേശി എന്താ ചെയ്യേണ്ടത്? അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇനി വിവിധ ജീവികളിൽ നാഡീവ്യവസ്ഥ തന്നിട്ടുണ്ട്. ഹൈഡ്ര ആണെങ്കിൽ നിയന്ത്രണ കേന്ദ്രമില്ലാത്ത നാഡീജാലികയാണ്. നിയന്ത്രണ കേന്ദ്രം ഇല്ല ഹൈഡ്രയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ. പ്ലനറിയ്ക്ക് ആണെങ്കിൽ തലയുടെ ഒരു ഭാഗത്ത് ഒരു ജോഡി നാഡീ ഗാംഗ്ലിയോണുകൾ നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. പ്ലനറിയിലാണെങ്കിൽ തലയുടെ ഒരു ഭാഗത്താണ് കാണപ്പെടുന്നത്. ഷഡ്പഥങ്ങളിലാണെങ്കിലോ തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് വ്യക്തവും സാമാന്യം വികാസം പ്രാപിച്ചതുമായ മസ്തിഷ്കമായി പരിണമിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീതന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കൂടുതലായിട്ട് ജീവപരിണാമത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിനുശേഷം ന്യൂറോൺസ് പ്രധാനമായിട്ടും പഠിക്കേണ്ട മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അവയുടെ ധർമ്മങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ ഓരോന്നും നമ്മൾ പറഞ്ഞു, ഓരോന്നിനും ധർമ്മങ്ങൾ പറഞ്ഞു. എക്സോണിൻ്റെ, സിനാപ്റ്റിക് ദ്രവത്തിൻ്റെ ഒക്കെ ധർമ്മങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.